പാലക്കാട് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിന്റെ 23ാമത് വാർഷികവും ആചാര്യ സ്മരണയും ത്രിദിന കഥകളി അരങ്ങും 18-ന് ആരംഭിക്കും. 18-ന് രാവിലെ കഥകളി ആചാര്യൻ പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ 101ാം ജന്മവാർഷികം ആഘോഷിക്കുമെന്ന് കഥകളി ആശാൻ കലാമണ്ഡലം വെങ്കിട്ടരാമൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 101 വിളക്കുകൾ തെളിയിച്ചുകൊണ്ടുള്ള രാമൻകുട്ടി നായർ അനുസ്മരണ പരിപാടി വിവിധ രീതിയിൽ ഗംഭീരമാക്കും. കഥകളിയുടെ ആദ്യകാല ശൈലിക്ക് ശേഷം ഇടം പിടിച്ച കല്ലടിക്കോട് ശൈലി പാലക്കാടിന്റെ തനതു രൂപമാണെങ്കിലും പാലക്കാട് അന്യം നിന്നുപോകുന്ന ശൈലിയായി മാറി. കല്ലടിക്കോടൻ ശൈലിയെ തിരിച്ചുകൊണ്ടുവരുന്ന വേദി കൂടിയാണ് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമത്തിന്റെ 23ാമത് വാർഷികം. 19, 20 തീയതികളിൽ നടക്കുന്ന കഥകളി അരങ്ങിൽ കഥകളിയുടെ വിവിധ ശൈലികളുടെ സമന്വയം വേദിയിലെത്തിക്കും. കഥകളിയുടെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കാനായി കല്ലടി, കപ്ലി, കല്ലുവഴി ശൈലികളിലെ ചൊല്ലിയാട്ടം, തോടയം എന്നിവ വേദിയിലെത്തുന്നതിനൊപ്പം വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണവും സംവാദവും നടക്കും. ആദ്യ ദിനം കല്ലേക്കുളങ്ങര ഭഗവതി ക്ഷേത്രവും 19, 20 തീയതികളിലെ ആഘോഷങ്ങൾ സംഗീത കോളേജിലും നടക്കുമെന്ന് കലാമണ്ഡലം വെങ്കിട്ടരാമൻ പറഞ്ഞു. രാമൻകുട്ടി നായർ അനശ്വരമാക്കിയ ഒരു പിടി കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ് ചെയ്യുന്നത്. കത്തി, വെള്ളത്താടി, മിനുക്ക് വേഷങ്ങളുടെ, പച്ചവേഷങ്ങളുടെയും അവതരണം നടക്കും. സുഭദ്രാഹരണം കഥയിലെ മാലയിടൽ മുതൽ വളരെ പ്രാധാന്യമുള്ള ചിട്ടപ്പെട്ട രംഗങ്ങളുടെ അവതരണമാണത്. തുടർന്ന് കല്യാണ സൗന്ദര്യം, ആശാൻ അനശ്വരമാക്കിയ ഹനുമാൻ വേഷം, തുടർന്ന് രാജസൂയത്തിലെ ശിശുപാലൻ, പിന്നെ നരകാസുരവധം, നരകാസുരൻ, ബാലിവിജയം രാവണൻ, സീതാസ്വയംവരം പരശുരാമൻ, രക്ഷയാഗം, ഇത്തരം കഥകളുടെ അവതരണമുണ്ട്. അത് രണ്ടാമത്തെ ദിവസത്തെ പ്രത്യേകതയാണ്. ട്രസ്റ്റി രേഖ പ്രേമദാസ്, ആശാന്മാരായ കലാമണ്ഡലം സൂരജ്, കലാമണ്ഡലം ബാജിയു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.